ഹലോ. ഇന്ന് രണ്ട് കണ്ണുകൾ കണ്ണുകൾ അത്ഭുതം, ഗുണവും ദൂഷ്യവും പറഞ്ഞുതരാം. കണ്ണുകളാണ്. കണ്ണുകളുള്ളതുകൊണ്ടാണ് നല്ല നല്ല കാഴ്ചകൾ കാണുന്നത്. സൗന്ദര്യം നമ്മൾ ആഗ്രഹിക്കുന്നത്. പല പല വസ്തുക്കൾ നമ്മൾ മോഹിക്കുന്നത് കണ്ണുള്ളതുകൊണ്ടാണ്. അല്ലാഹു തആല നമുക്ക് തന്നത് ഈ കണ്ണുകൾ നല്ല കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. നല്ലത് കണ്ട് അതിനെ ചിന്തിക്കാനും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണുകൾ കണ്ടിരിക്കുന്നത്. നമുക്ക് നടന്നു പോവാനും ഇതൊക്കെയാണ് നല്ല നല്ല കാര്യങ്ങൾ. ഈ കണ്ണുകൾ ദൂഷ്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം രണ്ടാമത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആകർഷിക്കും. അത് പെണ്ണാവട്ടെ, പണമാവട്ടെ, സ്വർണമാവട്ടെ, വജ്രമാവട്ടെ, എന്തിനേയും നമ്മൾ മൂന്നാമത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ കണ്ണുകൾ. അപ്പോൾ നമ്മൾ ഏതൊരു കാരണത്താലും ഈ കണ്ണുകളെ ഒരു പ്രാവശ്യം കണ്ടേ കാണാറുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം അത് കാണാൻ പാടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജയിലിലേക്ക് വിടും, അല്ലെങ്കിൽ അടികൊള്ളിപ്പിക്കും, അല്ലെങ്കിൽ പല പല തെറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഈ കണ്ണ് കാരണം. കണ്ണില്ലെങ്കിലോ ഒന്നിനും പറ്റൂല. കണ്ണ്, ചെവി, ഇതാണ്. കാരണം ഒരു കാര്യം കണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് കണ്ണുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പെങ്ങള് നല്ല സുന്ദരിയാണ്. അപ്പോൾ വേറൊരാൾ കണ്ടിട്ട് അത് മോഹിക്കും. അത് കണ്ണുള്ളതുകൊണ്ടാണ്. അതേ എൻ്റെ പെങ്ങള് വൃത്തിയില്ലാതെ ഒരു നാറിയ വേഷത്തിൽ നടന്നിട്ടുണ്ടെങ്കിലോ ഈ കണ്ണുകൾ കണ്ടിട്ട് അത് ഛർദ്ദിപ്പിക്കും. നമുക്ക് തുപ്പാനൊക്കെ തോന്നും. അത് ഈ കണ്ണാണ്. നല്ലതാണ് കണ്ണുകൾ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത്. കഴിയുന്നതും ഈ കണ്ണുകൊണ്ട് നല്ല കാര്യങ്ങൾ നോക്കാൻ പോവുക. അതിനിടയ്ക്ക് ചിലർ കോലം കെട്ടി വരും, അവിടെ ഇവിടെ കാണിച്ചിട്ട് ഒരു ബൈക്കിൽ പോകുന്നു. ബൈക്കിൽ പോകുമ്പോൾ അപ്പുറത്തുനിന്ന് കോലം കെട്ടി നടക്കുന്നുണ്ടാവും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ പോയി കയറുന്നത് എവിടെ? വല്ലവൻ്റെ വണ്ടിയുടെ അടിയിൽ. അതും കണ്ണാണ്. കണ്ണുള്ളതുകൊണ്ടാണ് അത് കാണുന്നത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കണ്ണുകൾ തന്നിരിക്കുന്നതല്ല നല്ല കാര്യങ്ങൾ കാണാൻ. അത് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അപകടം. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ഒരു വാഹനത്തിൽ പോകുന്നു, നല്ല സ്പീഡായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോലം കാണുന്നത്. ഒരു പ്രാവശ്യം കണ്ടു, രണ്ടാമത്തെ പ്രാവശ്യം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വള്ളേൻ്റെ വണ്ടിക്ക് അത് KSRTC അടിയിൽ കയറും. അതാണ് കണ്ണുകൾ. നമുക്ക് കണ്ണ് തന്നിരിക്കുന്നതാണ് നല്ല കാര്യങ്ങൾ കാണാൻ, അവനവൻ്റെ മതഗ്രന്ഥം ഓതാൻ, കണ്ട് ആരെ നല്ല പ്രവൃത്തി ചെയ്യുന്ന അവർക്ക് നല്ല വോട്ട് ചെയ്യാൻ, ആരാണ് നല്ല ആള് അതെല്ലാം കൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കണ്ണുകൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പല പല ദൂഷ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജീവാപര്യന്തം വരെ നമുക്ക് ശിക്ഷ കിട്ടുന്നുണ്ട് ഈ കണ്ണ് കാരണം. അത് കണ്ടില്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്യൂലല്ലോ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂലല്ലോ. ഇതിന് മെയിൻ കാരണം ഈ കണ്ണ് കണ്ടാലും ഒരാളിനെ നമ്മൾ തെറി പറഞ്ഞു, അദ്ദേഹം വാളെടുത്തോണ്ട് വന്നു. അപ്പം ഈ നാവാണ് അതിനെ തടുക്കുന്നത്. അല്ല, നമ്മളെ കയ്യിൽ വാള് വേണ്ട. നമ്മളെ കയ്യിൽ വാളുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വെട്ടുകൊള്ളും. ആ നാവ് നമ്മളെ തടുക്കും. ക്ഷമ ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞാലോ വരുന്നവൻ വാളം കൊണ്ട് തിരിച്ചു പോവും. നമ്മളെ 1 രൂപ കോയിൻസിലും 10 രൂപ കോയിൻസിലൊക്കെ ഇത് കണ്ടോ,
ഈ ചിഹ്നം കണ്ടോ? ഇത് ഈ ചിഹ്നം ശ്രദ്ധിക്കുക. ഒരാൾ ചെവി പൊത്തിരിക്കുക, കണ്ണ് പൊത്തിരിക്കുക, വാ പൊത്തിരിക്കുക. കാരണം എന്താണ്? നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക. അതിന്റെ അർത്ഥം അതാണ്. അത് എല്ലാ കോയിൻസിലുണ്ട്. ഓരോ കോയിൻസിലുണ്ട്. പണ്ടത്തെ കോയിൻസിൽ ഇച്ചിരി വലുതായിട്ട് കാണും. ഇന്ന് ഇത്തിരി അർഗീസ് കാനം കാണിച്ചിരിക്കുക. ഇന്നത്തെ കോയിനിൽ ചെറുതായിട്ടേ കാണിക്കുള്ളൂ. പഴയ കോയിൻസിലൊക്കെ വലുതായിട്ട് കാണിക്കും. കണ്ണ് പൊത്തി പിടിക്കുക, ചെവി പൊത്തി പിടിക്കുക. കാരണം എന്താണ്? നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക. അതാണ് അതിന്റെ അർത്ഥം. കാരണം ഇന്ന് ലൈക്ക് വച്ചു കൂട്ടാൻ പെണ്ണുങ്ങൾ പല പല കളി കളിക്കുന്നുണ്ട്. ചില പെണ്ണുങ്ങൾ പറയും, ഞാൻ എന്റെ വസ്ത്രം ഞാൻ അങ്ങനെ അണിഞ്ഞുകൊണ്ട് പോകുന്നു, നിങ്ങളെന്താ അത് കണ്ട് അങ്ങനെ പറയേണ്ട കാരണം എന്തുണ്ട്? ഈ പെണ്ണുങ്ങൾക്ക് കണ്ണുള്ളതുകൊണ്ടല്ലേ അത് അങ്ങനെ കാണിക്കുന്നത്. കണ്ടില്ലെങ്കിൽ കാണിക്കുവോ? ഇതെല്ലാം കണ്ണിന്റെ കാരണം കൊണ്ടാണ്. എല്ലാവർക്കും കണ്ണ് കന്നിട്ടുള്ളതാണ് ഈ തെണ്ടിത്തനം കാണിക്കുന്നത്. ഇന്ന് ലൈക്ക് വാങ്ങിച്ചു കൂട്ടണം. അവരിവരും പൈസ കൊടുക്കും. എന്താ തെണ്ടിത്തനം കാണിച്ചാലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ട്. ലൈക്ക് കൊടുക്കുന്നുണ്ട്, കമന്റ് കൊടുക്കുന്നുണ്ട്. ചിലവർ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. എന്നെ അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു. കാരണം മറന്നിട്ടുണ്ട്. ഇത് അവർ ഫേമസ് ആവാൻ വേണ്ടിയിട്ടേ കംപ്ലൈന്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കൂല. 4 പേരെ അറിയാൻ വേണ്ടിയിട്ടാണ്. നാളെ ഇവർക്കൊരു നല്ല ജീവിതം ഇവർക്കുണ്ടോന്ന് ഇവർക്കറിയില്ല. ഒരു നല്ല വീട്ടില് കല്യാണം കഴിച്ചുകൊണ്ട് പോകൂല ആരും. ഈ പറയുന്നവർ തന്നെ ഇവരെ വേശ്യാന്ന് വിളിക്കും. അത് ഇവർ ചിന്തിക്കുന്നില്ല. ചുമ്മാ ഇന്നത്തെ ജീവിതം പ്രായാവെന്ന് അറിയുന്നില്ല. പോവാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ പോയേ പറ്റുള്ളൂ. അതാണ് മരണം. അത് ഇവർക്ക് ചിന്തയില്ല. മക്കളെ പ്രായമുള്ളവർ നോക്കും, നമ്മൾ മുതശശിയാവും. അങ്ങനെ ചിന്തയില്ല അവർക്ക്. കണ്ണുള്ളതുകൊണ്ടല്ലേ ഇതെല്ലാം പൊളിച്ചു പറക്കി കാണിക്കുന്നത്. കണ്ണില്ലെങ്കിലോ ഇത് കാണിക്കുവോ? എങ്ങനെ അത് അവർത്തും ആ ശരീരം മറയ്ക്കാനേ നോക്കുള്ളൂ. ചില സ്ഥലത്ത് മുസ്ലിം പെണ്ണുങ്ങൾ അവർ അഴിഞ്ഞാടുന്നുണ്ട്. ഇപ്പം മുസ്ലിങ്ങളെ കാര്യമാണ് പറയുന്നത്. ഈ മുസ്ലിം സ്ത്രീകൾ അഴിഞ്ഞാടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ണുകളാണ്. കണ്ണുള്ളതുകൊണ്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. കണ്ണില്ലായിരിക്കുവാണെങ്കിലോ ഇതൊന്നും കാണിക്കൂല്ല. ശകലം ഒരു സൗന്ദര്യം കുറവാണെങ്കിൽ ഇവിടെ ഒരു മറുകാറ്റ ഒരു വെള്ളപ്പാണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിലോ മുഖം മറിച്ച് നടക്കും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, കണ്ണുകളും സൗന്ദര്യം തന്നവന് അത് തിരിച്ചെടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. നല്ലത് കാണുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് കേൾക്കുക. കണ്ണുകൾ തന്ന നാഥന് കണ്ണുകൾ തിരിച്ചെടുക്കാൻ പറ്റും. സൗന്ദര്യം തന്ന നാഥന് സൗന്ദര്യം തിരിച്ചെടുക്കാൻ പറ്റും. എനിക്ക് ഇത്ര പടം നമ്മളെ മക്കളെ പ്രായമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടെന്നേ. അവരൊക്കെ നമ്മളൊക്കെ പിന്നെ വർഷം കഴിഞ്ഞ ഇത്ര പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പോവും. പിന്നെ നമ്മുടെ സൗന്ദര്യം ഒന്നിനും കൊള്ളൂല. നമ്മളൊക്കെ മുതുമുത്തശ്ശ 100 വർഷം കഴിയാലും ഈ സിനിമ ഇവിടെ കൂടി കിടന്ന് ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. നിങ്ങളെ ഈ നഗ്ന ചിത്രം അത് ചിന്തിക്കുക. പറയുക. അടുത്ത വീഡിയോ കാണാം.